രണ്ട് സുഹൃത്തുക്കൾ, ഒരേ ശമ്പളം, ഒരേ പ്രായം. എന്നാൽ 10 വർഷത്തിനു ശേഷം ഒരാൾ കോടികളുടെ സമ്പത്തിൽ ജീവിക്കുന്നു, മറ്റേയാൾ ഇപ്പോഴും ശമ്പളം കാത്തിരിക്കുന്നു. എന്താണ് വ്യത്യാസം? ഒരാൾ ഇൻവെസ്റ്ററാണ്, മറ്റേയാൾ നോൺ ഇൻവെസ്റ്ററും. ഈ രണ്ട് ജീവിത രീതികളും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ഇന്ന് വെൽത്ത് ഫയൽ മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ഏത് വിഭാഗത്തിലാണെന്ന് സ്വയം തിരിച്ചറിയൂ. അവസാനം വരെ കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരു തീരുമാനമെടുക്കും. ഒന്നാമത്തെ വ്യത്യാസം പണത്തോടുള്ള മനോഭാവമാണ്. നോൺ ഇൻവെസ്റ്റർ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ പണം ചിലവാക്കാമെന്നാണ്. ശമ്പളം കിട്ടിയാൽ ആദ്യം പുതിയ ഫോൺ, പുതിയ വാച്ച്, ഇതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്നാൽ ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് എങ്ങനെ പണം വളർത്താമെന്നാണ്. ശമ്പളം കിട്ടിയാൽ ആദ്യം നിക്ഷേപം, പിന്നെ ചെലവ്. 30 വയസ്സിൽ നോൺ ഇൻവെസ്റ്റർ ഒരു ഐഫോൺ വാങ്ങുമ്പോൾ ഇൻവെസ്റ്റർ ആ പണം മ്യൂച്വൽ ഫണ്ടിലിടുന്നു. 40 വയസ്സാവുമ്പോൾ ഐഫോൺ പഴയതായി, പക്ഷേ മ്യൂച്വൽ ഫണ്ട് 4 ഇരട്ടിയായി. ഇതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന്റെ ശക്തി. രണ്ടാമത്, കോമ്പൗണ്ടിങ്ങിനെ മനസ്സിലാക്കുന്ന രീതി. നോൺ ഇൻവെസ്റ്റർക്ക് 100 രൂപ ഇന്ന് നിക്ഷേപിച്ചാൽ 10 വർഷം കൊണ്ട് 310 രൂപ ആവുമെന്ന് തോന്നും. വെറും 210 രൂപ ലാഭം. അതിനാൽ അവൻ കാത്തിരിക്കില്ല. എന്നാൽ ഇൻവെസ്റ്റർ അറിയാം യഥാർത്ഥ മാജിക് 20-30 വർഷങ്ങളിലാണെന്ന്. 100 രൂപ 12% വളർച്ചയിൽ 20 വർഷം കൊണ്ട് 965 രൂപയാവും. 30 വർഷം കൊണ്ട് 2996 രൂപ. 30 ഇരട്ടി. നോൺ ഇൻവെസ്റ്റർ തുടങ്ങാൻ വയ്യും, തുടങ്ങിയാലും നിർത്തും. ഇൻവെസ്റ്റർ നേരത്തെ തുടങ്ങി തുടർച്ചയായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്, റിസ്കിനെ കൈകാര്യം ചെയ്യുന്ന രീതി. നോൺ ഇൻവെസ്റ്റർ റിസ്കിനെ ഭയപ്പെടുന്നു. മാർക്കറ്റ് ഇടിഞ്ഞാൽ പേടിച്ചോടും, അല്ലെങ്കിൽ നിക്ഷേപം തന്നെ തുടങ്ങില്ല. ഒരിക്കൽ കേട്ട തകർച്ച കഥ വെച്ച് ജീവിതകാലം മുഴുവൻ FDയിൽ മാത്രം ഒതുന്നു. എന്നാൽ ഇൻവെസ്റ്റർ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. എല്ലാ മുട്ടയും ഒരു കുട്ടയിലിടില്ല. ഇക്വിറ്റി, ഡെറ്റ്, സ്വർണം എന്നിങ്ങനെ വിഭജിക്കുന്നു. മാർക്കറ്റ് ഇടിയുമ്പോൾ അത് അവസരമായി കാണുന്നു. ഈ ധൈര്യം വരുന്നത് അറിവിൽ നിന്നാണ്. നാലാമത്, വരുമാന സ്രോതസ്സുകളുടെ എണ്ണം. നോൺ ഇൻവെസ്റ്റർക്ക് ഒരു വരുമാന മാർഗമേ ഉള്ളൂ: ജോലി. ജോലി പോയാൽ വരുമാനം നിലയ്ക്കും, പിന്നെ കടം വാങ്ങി ജീവിക്കണം. എന്നാൽ ഇൻവെസ്റ്റർ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നു. ശമ്പളത്തിന് പുറമെ ഡിവിഡൻഡ്, മ്യൂച്വൽ ഫണ്ട് വരുമാനം, ഫ്രീലാൻസിംഗ്, ബിസിനസ്. ഏതെങ്കിലും ഒരു സ്രോതസ് നിലച്ചാലും മറ്റുള്ളവയിൽ നിന്ന് പണം വരും. ഇതാണ് സാമ്പത്തിക സുരക്ഷിതത്വം. അഞ്ചാമത്, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നോൺ ഇൻവെസ്റ്റർ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. വാർദ്ധക്യത്തിൽ എന്തു ചെയ്യും, മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടത്തുമെന്നൊക്കെ ചിന്തിക്കും, പക്ഷെ പ്രവർത്തിക്കില്ല. എന്നാൽ ഇൻവെസ്റ്റർ ഭാവിയെക്കുറിച്ച് ആവേശഭരിതനാണ്. കാരണം ഇന്ന് നടത്തുന്ന ചെറിയ നിക്ഷേപങ്ങൾ 20 വർഷത്തിന് ശേഷം വലിയ സമ്പാദ്യമായി മാറുമെന്നറിയാം. റിട്ടയർമെന്റ് ഒരു ആഘോഷമാണ്, ഭാരമല്ല. ഇപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ രണ്ടിൽ ഏതാണ്? ഒരു നോൺ ഇൻവെസ്റ്റർ ആണെങ്കിൽ വിഷമിക്കേണ്ട, ഇന്ന് തന്നെ മാറാം. 100 രൂപ കൊണ്ട് SIP തുടങ്ങാം. പ്രധാനം തുടക്കമിടുക എന്നതാണ്. ഇൻവെസ്റ്റർ ആണെങ്കിൽ അഭിനന്ദനങ്ങൾ. എന്നാൽ അവിടെ നിർത്തരുത്. കൂടുതൽ പഠിക്കുക, കൂടുതൽ നിക്ഷേപിക്കുക. വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യൂ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ലൈക്ക് ചെയ്യൂ. കമൻറ്റിൽ ഞാൻ ഇൻവെസ്റ്ററാണ് അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റർ ആവാൻ പോവുകയാണ് എന്ന് ടൈപ്പ് ചെയ്യൂ. ബൈ.